രണ്ടായിരത്തി 2011 തൃശൂർ ജില്ലയിൽ നിന്നും UDF വിജയിച്ച മണ്ഡലങ്ങൾ കൊടുങ്ങല്ലൂർ, തൃശൂർ, മണലൂർ, വടക്കാഞ്ചേരി, ഒല്ലൂർ, ഇരിഞ്ഞാലക്കുട മണ്ഡലങ്ങളായിരുന്നു. ഇതിൽ ഇരിഞ്ഞാലക്കുട മണ്ഡലം ഒഴിച്ച് മറ്റെല്ലാ മണ്ഡലങ്ങളും കോൺഗ്രസ് തന്നെയാണ് ഈ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ചിരുന്നത്. ഇരിഞ്ഞാലക്കുട മണ്ഡലം അന്ന് മാണി ജോസഫ് ഗ്രൂപ്പുകൾ ഒരുമിച്ച് നിന്ന് UDFിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നപ്പോൾ കേരള കോൺഗ്രസ് നേടിയ മണ്ഡലമാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ 2016, 21, 2011 വർഷങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ടാണ് നമ്മളിനി വരാനിരിക്കുന്ന ഫലത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. കാരണം 2006 അതിന് പുറകോട്ട് സഞ്ചരിച്ചാലും നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുമ്പ് തൃശ്ശൂർ ജില്ലയിൽ മാള പോലെയുള്ള അസംബ്ലി സെഗ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നുണ്ടായിരുന്ന ആ അസംബ്ലി സെഗ്മെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഡീലിമിറ്റേഷന് ശേഷം, മണ്ഡല പുനർനിർണയത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള മണ്ഡലങ്ങളാണിവ. ഇതിൽ ശക്തമായ മത്സരം ഇപ്പോൾ നടക്കാൻ സാധ്യത മണ്ഡലങ്ങളായി നമ്മൾ കൊടുങ്ങല്ലൂരും തൃശ്ശൂരും ഒല്ലൂരും നാട്ടികയും ഒക്കെയാണ് കാണുന്നത്. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പരിശോധിച്ചാൽ കുന്നംകുളം അസംബ്ലി സെഗ്മെന്റിൽ UDF 2011 പരാജയപ്പെട്ടത് 481 വോട്ടുകൾക്കാണെന്ന് പറയാനാണ് ഞാൻ മുതിർന്നത്. അങ്ങനെയാണെങ്കിൽ കുന്നംകുളം അസംബ്ലി സെഗ്മെന്റ് നല്ല മത്സരം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. എന്നാൽ ഈ നാട്ടിക അസംബ്ലി സെഗ്മെന്റിന്റെ കാര്യം സൂചിപ്പിക്കാൻ കാരണം, നാട്ടിക അസംബ്ലി സെഗ്മെന്റിൽ നിലവിലെ LDFിന്റെ ഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ 4706 ആണ്. ഗുരുവായൂരിൽ അത് 1281 ആണ്. വടക്കാഞ്ചേരിയിൽ അത് 1146 ആണ്. ഒല്ലൂരിൽ അത് 1466 ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്ന ഈ നാട്ടിക, ഗുരുവായൂർ, വടക്കാഞ്ചേരി, ഒല്ലൂർ മണ്ഡലങ്ങളുടെ പ്രത്യേകത, അത് LDFിനാണ് ഇപ്പോൾ മുൻതൂക്കം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതെങ്കിലും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുള്ള മണ്ഡലങ്ങളാണ്. അതേസമയം തൃശ്ശൂർ, ചാലക്കുടി നിയമസഭാ മണ്ഡലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ UDF വിജയിച്ചിരിക്കുന്ന മണ്ഡലങ്ങളാണ്. തൃശ്ശൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. The Congress-led UDF showing in Thrissur after nearly a decade of lackluster performances has come as a surprise to many observers. This is especially so in the backdrop of widespread speculation that the BJP would reap a lion's share of anti-incumbency gains beyond its impressive performance in the last Lok Sabha elections. ലോക്സഭാ ഇലക്ഷനിൽ BJP വിജയിച്ചതുകൊണ്ട് പലരും പ്രതീക്ഷിച്ചിരുന്നത് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ആൻറ്റി ഇൻകംബൻസി സ്പ്ലിറ്റ് ചെയ്തു പോകും. മുമ്പ് അങ്ങനെ പല സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് എങ്കിൽ LDFിനെതിരെയുള്ള ജനവികാരം UDFും ആ ജനവികാരത്തിൻ്റെ പേരിലുള്ള വോട്ടുകൾ UDFിനും BJPക്കുമായി തൃശ്ശൂർ ജില്ലയിൽ പങ്കിട്ടു പോകുമെന്നാണ് കരുതിയിരുന്നത്. ഒരു രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീകുമാർ ചേട്ടൻ, സീനിയർ ജേർണലിസ്റ്റാണ് അദ്ദേഹം, ശ്രീകുമാർ ചേട്ടൻ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് പരിശോധിച്ചാൽ, the better showing at the ward level had more to do with the revival of the party workers and unfreezing of dormant traditional Congress votes. It failed to fully convert the anti-incumbency sentiment. The LDF continues to hold a majority of the seats, he said. LDF നിലവിൽ കൂടുതൽ സീറ്റുകളും മുന്നിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ LDFന് മുൻതൂക്കം ലഭിക്കാനുള്ള കാരണം അവിടെ ആൻറ്റി ഇൻകംബൻസിയുടെ പേരിൽ, ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പേരിലുള്ള വോട്ടുകളെ മുഴുവൻ സമാഹരിക്കാൻ UDFന് സാധിച്ചിട്ടില്ല. ആ രീതിയിലുള്ള പ്രവർത്തനം എല്ലായിടത്തും ഒരുപോലെ ഉണ്ടായിട്ടില്ല എന്നാണ് ശ്രീകുമാരൻ ചേട്ടൻ പറയുന്നത്. ഇപ്പോൾ നേരത്തെ സ്ഥാനാർത്ഥികളെ ഡിക്ലെയർ ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഒരുങ്ങുകയാണ് UDF.
പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ കാണുന്നത് തൃശ്ശൂർ ജില്ലയുടെ അസംബ്ലി സെഗ്മെൻറ്റ്സിനെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ജില്ലയെ വിഭജിച്ചിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മാപ്പാണ്. നിങ്ങൾക്ക് ഏറ്റവും പടിഞ്ഞാറ് അറ്റത്ത് ഗുരുവായൂർ, അതുപോലെ മണലൂർ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഒരു ഭാഗം, അതായത് അറേബ്യൻ സീയുടെ അടുത്ത് കിടക്കുന്ന ഭാഗങ്ങൾ, നാട്ടിക, കയ്പമംഗലം, ഈ മണ്ഡലങ്ങൾ തീരദേശ മേഖലയിലുള്ള മണ്ഡലങ്ങളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കുന്നംകുളം, വടക്കാഞ്ചേരി, തൃശ്ശൂർ മണ്ഡലങ്ങളൊക്കെ ഒരല്പം കൂടി കിഴക്കോട്ട് ഉള്ള മണ്ഡലങ്ങളാണ്. ഇരിഞ്ഞാലക്കുട ജില്ലയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് കാണുന്ന 4 മണ്ഡലങ്ങളാണ് ചേലക്കര, ഒല്ലൂർ, പുതുക്കാട്, ചാലക്കുടി. നമ്മൾ നോക്കുമ്പോൾ ജോഗ്രഫിക്കൽ ഏരിയയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലം ഉണ്ടാവാൻ സാധ്യതയുള്ള, ഏറ്റവും കൂടുതൽ ജോഗ്രഫിക്കൽ ഏരിയ ഉണ്ടാവാൻ സാധ്യതയുള്ള മണ്ഡലമാണ് ചാലക്കുടി. രാഷ്ട്രീയമായി നോക്കുമ്പോൾ നിലവിൽ UDFൻ്റെ ജനപ്രതിനിധിയുള്ള ഒരേ ഒരു മണ്ഡലമാണ് ചാലക്കുടി. അവിടെ സനീഷ് കുമാർ ജോസഫാണ് നിലവിലെ MLA. അദ്ദേഹം തന്നെ തുടർന്നും മത്സരിക്കാനാണ് സാധ്യത. നിലവിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയുള്ള ചില പ്രഗത്ഭ കോൺഗ്രസ് നേതാക്കളെയാണ് നമ്മൾ കാണുന്നത്. കൊടുങ്ങല്ലൂരിൽ നിന്നും കോൺഗ്രസിലെ അതിശക്തനായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് മത്സരിക്കുമെന്നാണ് കേൾക്കുന്നത്. അതുപോലെ ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന നിലവിലെ MLA സനീഷ് കുമാർ ജോസഫിനെ നമുക്ക് മധ്യത്തിൽ കാണാം. TN പ്രതാപനെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം ദീർഘകാലം MLA ആയിരുന്നു. അദ്ദേഹം തൃശ്ശൂരിൽ നിന്നുള്ള ലോക്സഭാ അംഗമായിരുന്നു. അദ്ദേഹം 2011 മന്ത്രിയാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണ്. VD സതീഷിനൊപ്പം മന്ത്രിസഭയിൽ ഉൾപ്പെടുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണ് TN പ്രതാപൻ. അപ്പോൾ TN പ്രതാപനെ ഇത്തവണ മണലൂരിൽ മത്സരിപ്പിച്ചേക്കുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥികളെ നേരത്തെ രംഗത്തിറക്കി വലിയ തെരഞ്ഞെടുപ്പ് വിജയത്തിനൊരുങ്ങുകയാണ് UDF. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തൃശ്ശൂർ ജില്ല ശ്രദ്ധേയമാകുന്നത് പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പല മണ്ഡലങ്ങളിലും പ്രഖ്യാപിച്ചു എന്നുള്ളതുകൊണ്ടാണ്. ഒല്ലൂര്, നാട്ടിക, കുന്നംകുളം പോലെയുള്ള പല അസംബ്ലി സെഗ്മെൻറ്റ്സിലെയും പ്രഖ്യാപിച്ചിട്ടില്ല, ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഏറെക്കുറെ അതേക്കുറിച്ചുള്ള സൂചനകൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നു.